ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചോറ്, ചിരകിയ തേങ്ങ, ആവശ്യത്തിനുള്ള ഉപ്പ്, പഞ്ചസാര, ഈസ്റ്റ്, പിന്നെ ഇളം ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. ഇനി അതൊരു 1 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. 1 അവർ കഴിയുമ്പോഴേക്കും മാവ് നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ടാവും. ഇനി പാന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം ഓരോ തവയും മാവ് ഒഴിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഇനി നമുക്കതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് ഈസ്റ്റ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ നല്ലപോലെ ചൂടാക്കിയെടുക്കുക. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് കൊടുക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഉണക്കമുളകും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് സവാള ഇട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം തക്കാളി ഇട്ടിട്ട് നല്ലപോലെ വഴന്നു വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പച്ചമുളക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി അത്രയും ചേർത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.